രാഹുൽ വിഷയത്തിൽ 3 മതങ്ങൾക്ക് വേണ്ടിയും ആരാധനാലയം പണിയുന്ന ഒരാളുടെ പ്രതികരണം കേൾക്കുക. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. രാഹുൽ വിഷയത്തിൽ ഇന്ന് പ്രതികരണവുമായി എത്തുന്നത് പൂഞ്ഞാറ്റിൽ നിന്നും ഗിരീഷ് എന്നയാളാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 3 മതവിശ്വാസികൾക്ക് വേണ്ടിയും പള്ളികളും ക്ഷേത്രവും ദേവന്മാരുടെ രൂപകൽപ്പനയും ഒക്കെ ചെയ്യുന്ന ഒരു ശില്പിയാണ് ഇദ്ദേഹം. രാഹുൽ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കേൾക്കുക. വിളിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുകയായിരുന്നു കേട്ടോ. പേര് സ്ഥലം പറഞ്ഞിട്ട് പറഞ്ഞു. പേര് എന്റെ പേര് ഗിരീഷ് എന്ന് പറയും. ഞാൻ പൂഞ്ഞാറാണേ. അപ്പൊ ഞാൻ ഈ വാർത്തയെല്ലാം കാണുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഉണ്ടായിരുന്നു. എന്തുവായിരുന്നു? എന്ത് വിഷയമാ ഇതിനകത്ത് കാണുന്ന രാഷ്ട്രീയമല്ലേ? അപ്പൊ രാഷ്ട്രീയത്തെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. ഞാൻ ഇത്ര കമന്റ് ഒക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ആരും കാണുന്നില്ല. ഇപ്പം 1000 കമന്റ് ഇടയ്ക്ക് ആരാ ഇത് കാണാതിരിക്കുന്നു? അപ്പൊ അങ്ങനെ കുറെ സത്യസന്ധമായിട്ട് പറയുന്ന ഒരു ചാനലാണ്ട് എനിക്ക് കണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരുപാട് ചാനൽ കാണുന്നുണ്ട്. ഏഷ്യാനെറ്റ് മുതൽ എല്ലാ ചാനലും കാണുന്നതാണ്. പക്ഷെ എല്ലാവരും ഈ ഓരോരുത്തർക്ക് ഈ അന്തംകമ്മി പോലെ ഓരോരുത്തർക്ക് ഈ ഒരു ഇതുണ്ടല്ലോ. പക്ഷെ ഇത് മാത്രമേ സത്യം പറയുന്നുള്ളൂ. സത്യം പറഞ്ഞു പറഞ്ഞാൽ ഒരു പാർട്ടിക്കാരനെയും സേവിച്ചുകൊണ്ട് പറയാത്തൊരു ചാനൽ ഇത് മാത്രമേ ഉള്ളൂ. ഒരു നന്മ പറയുന്നു. അതെ. അപ്പൊ അതുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് പറയുന്നത് ഇതുപോലെ തന്നെ എല്ലാവരോടും പറഞ്ഞ മൊത്തം നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ട് എല്ലാവരും കേൾപ്പിക്കുകയും ചെയ്യണം. എന്നാലേ അതിനകത്തൊരു ഇതുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഇലക്ഷൻ വരുന്നതിന്റെ സമയത്താണ് നിങ്ങൾ മറ്റേ ഈ ഇന്ന് കണ്ടാന്ന് പറഞ്ഞു മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇതും മറ്റേ നമ്മുടെ കേക്കത്തില്ലേ മറ്റേ ഇത് സത്യമുള്ളൊരു കേസാണ്. അതായത് ഉറങ്ങിക്കിടന്ന കോൺഗ്രസിനെ ഉണർത്തി താരാ. ആദ്യം മറ്റേ നമ്മുടെ കുഴൽനാടനായിരുന്നു. കുഴൽനാടൻ ഒറ്റയ്ക്ക് നിന്ന് പിണറായിയെ മസിൽ പിടിച്ചിട്ട് ആരും കൂടാൻ ഈ രമേശ് ചെന്നിത്തലയോ അത് ഈ മറ്റേ ഈ കേക്കച്ചനോ ഒന്നും ഇല്ലായിരുന്നു. ആരുമില്ലായിരുന്നു. ഒറ്റയ്ക്ക് നിന്ന കുഴൽനാടനായിരുന്നു. പിന്നെയുള്ളത് വളർന്നു വന്ന ഈ രാഹുൽ മാങ്കൂട്ടാണ് കോൺഗ്രസിനെ ഉണർന്ന് അതായത് ഉറങ്ങിക്കിടന്ന കോൺഗ്രസിനെ ഉണർത്തിയത് ഈ രാഹുൽ മാങ്കൂട്ടം അല്ലേ? ഒറ്റയ്ക്ക് നിന്ന് പിണറായി വിജയനോട് തർക്കിച്ച 2 പാർട്ടിക്കാരുള്ളൂ. ഒന്ന് മറ്റേ കുഴൽനാടനും ഒന്ന് മാങ്കൂട്ടും. എടാ വിജയാന്ന് വരെ വിളിച്ചത്. അതിൽ അത്ര തൻ്റെ പാടില്ല. അന്നേരം ഈ സതീശനൊക്കെ ഉണർന്നു വന്നത്. ഇപ്പോഴല്ലേ സതീശനെ ഞങ്ങൾ ഊള സതീശാന്നാ വിളിച്ചോണ്ടിരുന്നത്. അതായത് രാഷ്ട്രീയത്തില് ഈ പുള്ളി ഈ 9 വർഷമായിട്ട് ഒരു കോപ്പും കാണിച്ചിട്ടില്ല. ഈ പുള്ളി നിയമസഭയൊക്കെ കക്കാ വെക്കുന്നതല്ലാതെ ഒരു സമരം ചെയ്യാനോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരു ഉണർവ് വരാനോ ഈ പുള്ളി കാണിച്ചിട്ടില്ല. ഈ കാണിച്ചത് ഈ പറഞ്ഞ ചെറുപ്പക്കാർ പിള്ളേരായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടമാണ് ഇവനാണ് ഏറ്റവും കൂടുതൽ ഈ കോൺഗ്രസിനെ ഉണർത്തിയത്. ഞാൻ എല്ലാ മെസ്സേജും കൊടുക്കുന്നുണ്ട്. ഉറങ്ങിക്കിടക്കുന്ന കോൺഗ്രസിനെ ഉണർത്തിയത് രാഹുൽ മാങ്കൂട്ടമാണെന്ന് പറഞ്ഞു. ഇനി എന്റെ പേരിലൊരു മറ്റേ പീഡനക്കേസ് ഉമ്മൻചാണ്ടിക്കെതിരെ വന്നല്ലേ പീഡനക്കേസ്? പൊങ്ങാത്ത പുള്ളിക്ക് പോലും കേസ് വന്നല്ലേ? അത് ഈ LDFന്റെ ഒരു ഏറ്റവും വലിയൊരു ഇതാണല്ലോ പീഡനക്കേസ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനും പറ്റൂ. അതായത് ഇവരെല്ലാം ആ പുള്ളി തളർത്തി കഴിഞ്ഞില്ലേ? LDFകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പീഡനം ചെയ്യുന്നതിനെ കള്ളക്കാരന്മാരെ അമര് കൂട്ടുമായിരുന്നു. ഇവന് കഴിവുണ്ടെന്നും പറഞ്ഞു. ഈ പറഞ്ഞ രമേശ് ചെന്നിത്തലയൊക്കെ ഉറങ്ങിക്കിടന്നു. ഈ പറഞ്ഞ ഏക്കച്ചനും ഉറങ്ങിക്കിടന്നു. ഇവനെയൊക്കെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്ന ഈ മാങ്കൂട്ടമാണ്. അറിയാവോ? അവന് വേണ്ടി എന്ത് വർക്ക് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും. ഇപ്പം ഞാൻ പൂഞ്ഞാറാണ്. എനിക്കറിയാവുന്ന കുറെ സ്ഥലത്തു നിന്നാണ് ഇവനെ എവിടെ ഒറ്റയ്ക്ക് നിന്നാൽ പോലും പിണറായിക്കെതിരെ നിന്നാൽ പോലും ഇവന്റെ കൊടുത്ത് ഞങ്ങൾ കൂടാം. ഒരാളും വേണ്ടിവരാ ഇവന്റെ കൊടുത്ത് കൂടാം. അത്രയും തൻ്റെ ഉണ്ട്. അത്രയും ആർജ്ജമുള്ളവർക്കിനാ. പിന്നെ ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലൊക്കെ ഇതുണ്ട്. ഈ മഹാത്മാഗാന്ധിക്ക് എല്ലാവരും ഇത് പറയുന്നുണ്ട്. ഈ മഹാത്മാഗാന്ധിക്കാണ് എൻ്റെ ബോംബെയിലെ ചുവന്ന തെരുവിന് വരെ ലൈസൻസ് കൊടുത്ത പാർട്ടി ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ലേ? ഈ മറ്റേ ഈ ലൈംഗികാവസ്ഥ എന്തെങ്കിലും ആയിക്കോട്ടെ, അതല്ലോ. പക്ഷെ ഇവൻ കാണിക്കുന്ന സത്യമാണ്. ഇവൻ ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇവൻ നല്ല കാണിക്കുക. പക്ഷെ ഇവൻ ഒരു മനുഷ്യനല്ലേ? അവൻ ചിലപ്പം ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ടെന്ന് വരുമായിരിക്കും. അതൊരു ഇതാ അല്ലേ? അതിനെ അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഇവൻ കാണിക്കുന്ന നന്മയല്ലേ നോക്കേണ്ടത്? ഇടയ്ക്ക് 2 3 തിന്മ എല്ലാവരും കാണിക്കാത്ത ആരാ ഉള്ളത്? ഈ തിന്മ കാണിക്കാത്ത ആരാ ഉള്ളത്? എല്ലാവരും കാണിക്കുന്നുണ്ട്. ഗാന്ധിജി വരെ കാണിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ ചരിത്രം നോക്കി കഴിഞ്ഞാലും അറിയാം. ഈ പുള്ളി ഒരു മറ്റേ ഒരു ഇതായിരുന്നു ഇതിന്റെ കേട്ടില്ല. പക്ഷെ നാടിന് വേണ്ടിയിട്ടും നന്മയ്ക്ക് വേണ്ടിയിട്ടും പുള്ളി ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവനും ചെയ്യുന്നില്ലേ? ഇവൻ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇവനല്ലേ ഉള്ളൂ. ഈ കോൺഗ്രസ്സുകാർ ഇവന്റെ സപ്പോർട്ട് ഇതുവരെ ഇല്ലല്ലോ.
അതൊന്ന് പറയാൻ പറ്റും എനജറി. ഞാനിപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനജറി എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞത് ബാക്കി കൂടെ വരുള്ളൂ. എന്നാലും വേണ്ടില്ല, എനിക്കിപ്പോൾ കിട്ടിയതിൻ്റെ പേര് ഞാനിപ്പോൾ ആക്രാന്തം കൊണ്ട് എനിക്ക് പകുതി മറന്നു പോകണേ. അല്ല തമാശ പറഞ്ഞല്ല, വെറുതെ നമുക്കുണ്ട്, പതുക്കെ ആലോചിച്ച് പറഞ്ഞാൽ മതി. അപ്പോൾ ആലോചിച്ച് ഞാൻ കുറേ മെസ്സേജ് ഒക്കെ കൊണ്ട് എന്നാ അറിയോ, നമുക്കിപ്പോൾ ചാനലൊന്നും ഇല്ലല്ലോ. ഇപ്പം നിങ്ങളെപ്പോൾ നിങ്ങളെ ഞാൻ മിക്കവാറും കാണുന്നില്ല. കാരണം നിങ്ങൾ ആർക്കും ഒരു എതിര് പറയുന്നില്ല. എല്ലാം സത്യസന്ധമായിട്ടൊരു ചാനൽ ഞാൻ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ ഈ എന്നാ കാശ് മേടിച്ചിട്ട് കാണിക്കില്ല. ഇപ്പം എന്നാ കുറ്റം പറയും. അതുപോലെ ഈ വി ഡി സതീശന്റെ, അതായത് ഈ പറവൂരില് ഇയാള് 5 വർഷമായിട്ട് കഴിഞ്ഞ വർഷം തവണയായിട്ട് ജയിക്കുന്നു എന്ന് പറയുന്നു. അത് ശരിക്കൊരു ഒത്തുകളി ഈ ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും ഇത് ഞാൻ പറഞ്ഞേക്കോ. അതായത് ഈ വി ഡി സതീശൻ ഞങ്ങൾ ഊള സതീശ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അതായത് കോൺഗ്രസ് പാർട്ടി ഏറ്റവും വലിയ ഊള. രമേശ് തല പിന്നെയും ഡീസൻ്റ് കേട്ടോ. ഈ പുള്ളി 40 സീറ്റ് വന്ന പുള്ളി മടുത്തിട്ട് മാറുക. അത് കഴിഞ്ഞപ്പോൾ ഈ പുള്ളി പ്രതിപക്ഷ നേതാവായിട്ട് ഈ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ പിണറായി വിജയുടെ, അതായത് മറ്റേ പുള്ളി പറയുമല്ലോ എന്നാ നമ്മുടെ വെള്ളാപ്പള്ളി, മറ്റേ എന്നാ പിണറായിയുടെ ഐശ്വര്യമാണ് സത്യവാദം. ഈ പുള്ളി നിയമസഭയെ വെച്ച് മാത്രമല്ലാതെ ഈ വല്ല തർക്കമുണ്ട്. ഈ പുള്ളി പുറത്ത് ഒരു കോൺഗ്രസ്സുകാരോടോ അല്ലെ ഒരു പാർട്ടിക്കാരോട് ഒരു സമരം ഉണ്ടാക്കാൻ പുള്ളി പറഞ്ഞിട്ടുണ്ടോ? പുള്ളി അന്തസ്സുള്ള ഒരു പാർട്ടിക്കാരനാണെന്നുണ്ടെങ്കിൽ അന്ന് ഈ സ്വർണ്ണക്കടത്ത് ഈ പിണറായിയുടെ പേരിൽ മറ്റേ സ്വപ്ന സുരേഷിന്റെ വന്നപ്പോൾ പുള്ളിക്ക് പറയായിരുന്നു, ഒരു വാർഡിലോ ഒരു മണ്ഡലത്തിലോ ഒരു 10 പേര് വെച്ച് നിങ്ങളുടെ പോലീസ് സ്റ്റേഷൻ ഒന്ന് ആക്രമിക്കാൻ എന്ന് പറയാൻ പറ്റില്ല. 10 അല്ല 100 പേര് പറയാൻ പാടില്ല. പോലീസ് ആക്രമിക്കല്ല, പ്രതിഷേധിക്കാൻ പറയല്ലേ. പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പ്രതീക്ഷിക്കാൻ പറയാൻ പറ്റില്ല. ഒരു വാർഡിലോ അല്ലെങ്കിൽ വാർഡിലോ ഒരു നിയമസഭാ മണ്ഡലത്തിലോ ഒരു പോലീസ് സ്റ്റേഷനിൽ നിങ്ങളൊരു UDF-കാരൊരു 10 പേര് വെച്ച് ഒന്ന് പ്രതിഷേധം അതിന്റെ നെറ്റിട്ട് വരുന്നത് എങ്കിലും ആ ചിന്താവെന്ന് വിളിക്കാൻ പറയാൻ പറ്റില്ലേ പുള്ളിക്ക്. പുള്ളി പറഞ്ഞിട്ടില്ലോ. പുള്ളി ഒരു സമരപ്പുറ, അത് LDF-കാരാണ് ഇഷ്ടംപോലെ സമരപ്പുറം ചെയ്യും. LDF-കാർ ഇപ്പോൾ കാണിക്കുന്നറിയോ? കാരണം അമേരിക്കയിൽ ഇപ്പോൾ വെനിസുലയിലെ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ LDF-കാർ ഇവിടെ മക്കളെന്നറിയോ 9 പേരേ ഉള്ളൂ, 7 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഈ വി ഡി സതീശൻ ഈ പാർട്ടിക്കാരെ വീർപ്പിക്കുകയെന്ന്, അണികളെ വീർപ്പിക്കുന്നതിനകത്ത് ഒരു സമരം മുറയില്ലേ നമുക്കിപ്പോ തല്ലാനോ കൊല്ലാനോ അല്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചു, അതായത് ഇയാൾ പ്രതിപക്ഷ നേതാവായിട്ട് ഇരുന്നിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഏതെങ്കിലും ചെയ്ത ഒരു കാര്യം ഒരു കോപ്പം ചെയ്തില്ല. പുള്ളി ചെയ്തിരിക്കുന്ന ഉപകാരം ആർക്കെന്നറിയോ? LDF-ന് ഉപകാരം എന്നറിയോ? പുള്ളി അന്തസ്സുള്ള ഒരു വ്യക്തിയായിരുന്നുണ്ടെങ്കിൽ പുള്ളി 2 സമരമുറ, ഈ സ്വപ്ന സുരേഷിന്റെ 2 സമരമുറ ഈ പുള്ളി പറഞ്ഞായിരുന്നില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ 10 പേര് നിങ്ങൾ UDF-കാർ പോയി ഒരു സമരം ചെയ്യാം. സമരം ചെയ്യാന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ തല്ലിപ്പൊളിക്കാനല്ല. അവിടെ പോയി ആ മുറ്റത്തിരുന്നിട്ട് എങ്കിലും ആ ചിന്താവാ, അല്ലെങ്കിൽ മറ്റേ കോമഡി കാണുന്നില്ലേ, എന്നോട് നീ ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ 7 പേര് മതി. ഇത് 400 പോലീസ് സ്റ്റേഷൻ ചെയ്തായിരുന്നല്ലേ ഒരു വാർത്തയാകലായിരുന്നു. പുള്ളിക്ക് അങ്ങുമല്ല, പുള്ളി അവിടെ കിടന്ന് കിണക്കടാന്ന് വെക്കുകയല്ല. അത് പുള്ളി എന്ന് വെച്ചാൽ ഏറ്റവും വലിയ കള്ളത്തിന് ഈ UDF-ലെ ഏറ്റവും വലിയ കള്ളനാണ് പുള്ളി. കള്ളൻ എന്ന് പറഞ്ഞാൽ പെരുങ്കള്ളൻ. എന്നാൽ രമേശ് ചെന്നിത്തലയൊക്കെ പാവമാണ്. പറഞ്ഞാൽ രമേശ് ചെന്നിത്തലയൊക്കെ കാണിച്ച ഇതന്നെ എല്ലാവരും മറക്കുവേ. ഈ കരുണാകരനെ എനിക്കിപ്പോൾ 54 വയസ്സുണ്ട്. ഞാൻ ചരിത്രം പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഇവരൊക്കെ ഈ രമേശ് ചെന്നിത്തല വരെ ഏറ്റു പോകേണ്ടി വരും. ഇവരൊക്കെ കാണിച്ച ചരിത്രം. അതായത് ഇപ്പൊ ഒരു അമ്മച്ചി 85 വയസ്സായ ഒരു അമ്മച്ചി കുറച്ചു മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു ഇവന്മാരുടെ ഈ രമേശ് ചെന്നിത്തലയുടെയൊക്കെ ചരിത്രം ആ അമ്മച്ചിയൊക്കെ പറഞ്ഞു. ഒരു പഴയ ഞാൻ പറയാം ഇവരുടെയൊക്കെ ചരിത്രം. കാരണം എനിക്ക് 56 വയസ്സുണ്ട്. ഞാൻ അന്ന് മുതൽ ഒരു പാർട്ടി ആയിട്ടൊരു ബന്ധവും മാത്രമേ ഉള്ളൂ. ബന്ധം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിനകത്തൊരു ഇതുണ്ട് കേട്ടോ. ഞാൻ ഈ സത്യം അസത്യം അതേ ഞാൻ പറയുള്ളൂ. എന്നുവെച്ചാൽ അങ്ങനെ നമ്മൾ പറയല്ലേ ഒരു നാണയത്തിന് 2 വശം എന്ന് പറഞ്ഞാൽ ഒരു സത്യമുണ്ട്, ഇതുണ്ട്, രാവുണ്ട് പകലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ്. നല്ലതാര് ചെയ്യുന്നോ അവരുടെ കൂടെ ഉണ്ട്. ഞാൻ ചള്ളാര് ചെയ്താലും അത് ഞാൻ എതിർക്കുകയും ചെയ്യും. ഇതുപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ ഒരുപാട് ചരിത്രങ്ങൾ എനിക്കറിയാവുന്ന ഈ ചാണ്ടൊക്കെ ഉണ്ടായത് എന്നാ ഈ പറഞ്ഞൊരു 15 വർഷത്തിക്കുള്ളിൽ ആയിട്ടില്ല ഈ സോഷ്യൽ മീഡിയ എത്രയും ഇതായിട്ട്. അതിന് മുമ്പത്തെ ചരിത്രമൊക്കെ എനിക്കറിയാവുന്നു. ഈ രമേശ് ചെന്നിത്തല പോലും മിണ്ടാതെ വന്ന് അണങ്ങിയിരുന്ന ചരിത്രവും ഈ പറഞ്ഞ ഈ കരുണാകരൻ പാർട്ടി ഉണ്ടാക്കിയതും അത് ഒരുപാട് ചരിത്രമുണ്ട്. ഇതെല്ലാം ഇവർ മറന്നുപോയി. ഈ വി ഡി സതീശനെ രമേശ് ചെന്നിത്തല ഈ മറ്റേ തോറ്റതോടുകൂടി പേടിച്ചിട്ട് മാറിയതാണ്. അന്നേരമാണ് ചാടി കയറി വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത് അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് പുള്ളി കിടന്ന് കണക്കണ വെക്കുന്നത്. ഈ കണക്കണ വെക്കാനല്ലേ അറിയത്തുള്ളൂ. ഒരു കഴിവുണ്ടോ? ഒരു കഴിവുമില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്.
ഇതൊക്കെ എന്നാ നമ്മളിപ്പം എനിക്ക് വേണം ധൈര്യമായിട്ട് പറയാം. ഞാനിപ്പോൾ എനിക്ക് പാർട്ടിയിൽ മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഞാൻ സാധാരണക്കാരനാണ്, ഒരു പൊതുജനമാണ് ഞാൻ. എനിക്കെന്തും പറയാന്നല്ലേ. ഞാൻ പറഞ്ഞ എൻ്റെ പേരിൽ ഒരു കേസെടുക്കാൻ ഞാൻ ഇപ്പം ഏതെങ്കിലും സർക്കാരോ അല്ലെങ്കിൽ ആരും എൻ്റെ പേര് കേസെടുക്കട്ടെ, ഞങ്ങളുടെ പേര് കേസെടുക്കില്ല ആരും. ഒരു പൊതുജനത്തിന് അറിയാവുന്നതിൻ്റെ പേരിൽ കേസെടുക്കുള്ളൂ, നമ്മുടെ പേരിൽ ആരും കേസെടുക്കുമല്ലോ. ഇപ്പം എന്നാ മാങ്കൂട്ടത്തിൻ്റെ പേര് പറഞ്ഞാൽ അതിജീവിത കുറ്റം പറഞ്ഞാൽ കേസെടുക്കുന്നു. അതിജീവിതമല്ല, അവരെ ഞാൻ എന്ത് തെരുവെടുക്കണം, അവരുടെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോയി അവർക്ക് എടുത്തോണ്ട് ഞാൻ കാണിക്കാം. അപ്പം ഞങ്ങൾ സാധാരണക്കാരായതുകൊണ്ട് കേസും ഇല്ല, അത് വിലയില്ലേ. വേറെ ഒരാൾ കാണിച്ചാലേ വിലയുള്ളൂ. പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കേസില്ല, അവൻ പറഞ്ഞപ്പം അതിജീവിതം എന്ന് പറഞ്ഞ അവിടെ ഒരു പേര് പറഞ്ഞു, അതൊക്കെ കേസല്ലേ. ഞങ്ങളുടെ പേര് കേസൊക്കെ ഞങ്ങളൊരു 100 പേര് വരാം, ഇവരുടെ ഫോട്ടോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 100 പേര് ഈ ഫോട്ടോയുമായിട്ട് വരാം. കേട്ടെടുക്കാൻ പറ്റുമോ? ജയിലിൽ ഇനി ഉണ്ടാക്കേണ്ടി വരും. ഞങ്ങളൊരു 1000 പേര് വരാം. പൊതുജനത്തിൻ്റെ അത്ര മുഴുത്തൊന്നും വേറെ ഒന്നും ഇല്ലല്ലോ, ഉണ്ടോ? ഇത് പറയാനും ആരുമില്ല. അപ്പം ഞങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ എനിക്ക് എന്നാ എൻ്റെ പോലെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ത് തെറി, പിണറായി വിജയനെ പറയുന്ന തെറി കിട്ടെ 7 ആയിട്ട് ഞാൻ വരും അവരോട് പറഞ്ഞില്ല. എൻ്റെ പൊന്നു മനുഷ്യ, ഒരു മുഖ്യമന്ത്രിയില്ല അങ്ങനെ തെറി പറയാമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അവൻ്റെ പേര് കേസില്ല, വേറെ ഒരുത്തിൻ്റെ പേര് കേസ്? ഇപ്പം മുഖ്യമന്ത്രിയെ തെറി പറഞ്ഞാൽ അതായത് പൂ എല്ലാം കൂട്ടിയാൽ അത് പൂരെ അത് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാട്ടോ. അതുപോലെ പറയുന്നതിൻ്റെ പേര് കേസില്ല. മുഖ്യമന്ത്രി എന്ന് ബഹുമാന്യൻ എന്ന് വിളിക്കാത്തതിൻ്റെ പേര് പുള്ളിയുടെ പേര് കേസ്, ഏത് അറിയപ്പെടുന്നതിൻ്റെ പേരിൽ. അപ്പോൾ പൊതുജനത്തിൻ്റെ പേര് കേസ് കൊടുക്കാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പം എന്താ വെച്ചാൽ ഇപ്പം ഞാൻ വേറെ കൊണ്ട് പറഞ്ഞല്ലോ, ഇപ്പം നേപ്പാളിലും ഇവിടെ പോയല്ലേ പൊതുജനം കൊണ്ട് ഇളകിക്കഴിഞ്ഞാൽ ഇവൻ്റെയൊക്കെ സൂക്കേട് തീരുമോ? ഞങ്ങളെപ്പോലെ 10 പേരെ പിടിച്ച് അകത്തിടാൻ ഇവർക്ക് ആർക്കെങ്കിലും പറ്റുമോ? പൊതുജനത്തിന് ആർക്കും വേണ്ടാത്ത ഒരു അവരോട്ടുകാരനെ അത് പറ്റുമല്ലോ. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഇളകി കഴിഞ്ഞാലോ, അപ്പം ഞങ്ങളിപ്പോൾ ചത്തു കഴിഞ്ഞാലും ആർക്കും പരാതിയില്ലോ അല്ലേ. അല്ലേ, പൊതുജനത്തിന് പരാതിയില്ല, ഞങ്ങളുടെ വോട്ട് മതിയല്ലോ എല്ലാവർക്കും. ഇതൊന്ന് പുറത്ത് പറയാൻ ആരാ ഉള്ളത്? എല്ലാവർക്കും നേതാക്കന്മാരുടെ മാത്രം പറയാൻ എല്ലാ ചാനലുകാരും ഉള്ളു. ഒരു സാധാരണ ഒരു പൗരൻ്റെ, ഇപ്പം ഞാനൊരു പൗരനാണ്, ഇന്ത്യൻ പൗരനാണ്, എനിക്കും അവകാശമില്ലേ പറയാനും ഇല്ലേ? ഇപ്പം ഞാനിപ്പോൾ മുഖ്യമന്ത്രിയെ വിജയാന്ന് വിളിച്ചു, എൻ്റെ സംസ്കാരം വെച്ച് വിജയാന്നല്ലേ എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. ബഹുമാന്യം എന്ന് പറയത്തില്ല, കാരണം എനിക്ക് പല്ലില്ല വായിൽ. ഞാൻ ബഹുമാന്യം എന്ന് പറയുമ്പോൾ ബാഹുബലി എന്നൊക്കെ ആയി പോവുക. അതിൻ്റെ പേര് കേസ് വരുമോ? അപ്പോൾ ഇത് കാണിക്കുന്നത് മോശമല്ലേ ഇത്? അതുകൊണ്ട് പൊതുജനം ഇറങ്ങിയാൽ, ഞാനിപ്പം വേറൊന്നും കൊണ്ട് പറഞ്ഞില്ല, ഒരു ബൈബിളിലെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. പൊതുജനം ഇറങ്ങിയാൽ ഇപ്പം നേപ്പാളിൽ സംഭവിച്ച പോലെ പൊതുജനം ഇറങ്ങിയാലോ, അവരെ തടയാൻ ആരെ കൊണ്ടുവരും പറയും? ഒരു സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പോലീസുകാരെ കൊണ്ട് നടക്കുമോ? ഒന്നും കൊണ്ട് ഒരു വാർഡിൽ നിന്ന് 10 പേര് വെച്ച് ഇറങ്ങിയാൽ മതി. എത്ര വാർഡുണ്ട് ഈ കേരളത്തിൽ? 10 പേര് വെച്ച് ഏക്കാൻ വേണ്ടിയില്ല, ചട്ടക്കാൻ വേണ്ടിയില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയാലും ഇവർ കാണിക്കുന്ന കില്ലത്തരത്തിന് വേണ്ടിയിട്ട് ഈ ഏത് പാർട്ടിക്കാരാണെങ്കിലും കാണിക്കുന്ന വേണ്ടിയിട്ട് പൊതുജനം ഇറങ്ങിയാലോ, ഈ പൊതുജനം ഉണ്ടെങ്കിലല്ലേ ഈ നേതാക്കന്മാരുണ്ടാവുള്ളൂ അല്ലേ? ഈ മുഖ്യമന്ത്രിയാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഈ പൊതുജനം വേണ്ടേ? ഇവിടെ കാണിക്കുന്ന എന്നാ കില്ലത്തരം ചോദിക്കാൻ ഇവർ ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്ക് ചോദിക്കാൻ അർഹതയില്ല. പക്ഷെ ഞങ്ങളുടെ പേര് കേസും ഇല്ല. എന്നാൽ ഞങ്ങളുടെ പേരിലൊന്ന് കേസെടുക്കട്ടെ ഇവരെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് കേസെടുത്ത പോലെ എൻ്റെ പേരിൽ ധൈര്യം ഉണ്ട് അവർക്ക് കേസെടുക്കാൻ. അതുപോലെ ഒരു കാര്യം, അതായത് കോൺഗ്രസിന്റെ കാര്യങ്ങള് കനകോലുവാണ് ആസൂത്രണം ചെയ്യുന്നത്. കനകോലു എന്ന് നിങ്ങൾക്ക് സാധാരണക്കാരുടെ ജനങ്ങൾക്ക് ഇത് കണ്ടിട്ടെന്ന് തോന്നുന്നു. അതായത് ഈ കനകോലു ഒക്കെ ചെയ്യുന്നത് അല്ലെ യുവമാരുടെ പ്ലാൻ അനുസരിച്ച് തുള്ളുന്ന കഴുതകളാണോ കേരളത്തിലെ ജനങ്ങള്? അതിന് ഏറ്റവും വലിയ പ്രശ്നം ഈ കനകോലു ആരാ? അത് ഇവരുടെ ഒരു വാണം. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം അനവരോ. ഇത് പറയുമ്പോൾ അതിൻ്റെ ബാക്കി കൂടെ നിങ്ങൾ ഇത് പറഞ്ഞിട്ടേ എല്ലാവരും പറയുള്ളൂ. ഞാൻ എന്നെ അറിയപ്പെടുന്ന ഗിരീഷ് എന്നാണെങ്കിലും മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. പക്ഷേയല്ല, ഞാൻ പറഞ്ഞതിൻ്റെ കാരണം കൊണ്ട് നിങ്ങളിത് കേട്ടിട്ട് പറയുള്ളൂ. ഞാൻ 3 മതസ്ഥരുടെ, അതായത് അമ്പലം, പള്ളി, മോസ്ക് പണിയുന്നൊരു വ്യക്തിയാണ്. അതായത് ക്രിസ്ത്യൻ പള്ളിയുടെ അൾത്താര പണിയുന്നതും യേശു ക്രിസ്തുവിനെയും മാതാവിനെയും യേശുപിതാവിനെയും പണിയുന്ന ഒരു സ്റ്റാച്യു പണിയുന്നൊരു വ്യക്തിയാണ് ഞാൻ. മുസ്ലിം പള്ളിയുടെ മെഹബാറും മിമ്പറും പണിയുന്നൊരു വ്യക്തിയാണ്. അവരുടെ വാളുണ്ടാക്കി കൊടുക്കുന്ന അവരുടെ ചരിത്രത്തിൽ. ഹിന്ദുവിൻ്റെ അമ്പലം പണിയുന്നത് ഞാൻ. ശബരിമലയിലെ നവഗ്രഹ മണ്ഡലത്തിൻ്റെ എല്ലാം കൊത്തുപണി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതാണ് എന്നെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞതിൻ്റെ പേരാണ്. കാരണം ഇവരുടെ ഞാനൊരു ഖുറാൻ കണ്ടിട്ടില്ല, ഒരു ബൈബിൾ കണ്ടിട്ടില്ല, ഒരു രാമായണമോ ഭാഗവതമോ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇതിനകത്ത് മൊത്തം ഞാൻ പറയാം.
മൊത്തം ഐതിഹ്യങ്ങൾ എന്തെങ്കിലും നന്മകൾ ഞാൻ പറഞ്ഞത്, ഖുറാനിലെ നന്മകൾ, ബൈബിളിലെ നന്മകൾ, തിന്മകൾ ഞാനവിടെ എതിർക്കും. ഹിന്ദുക്കളുടെ നന്മകൾ പറയുന്നതാണ് ഞാൻ, അതിനെ എതിർക്കുന്നതുമാണ് ഞാൻ. കാരണം എനിക്ക് എന്നെതിരെ ഇവര് എന്നാ രാജീവ് ചെന്നാട് പറയുന്നത് ലോകത്തിൽ നിങ്ങളെപ്പോലെ ഒരുത്തം കാണുക എന്ന് പറയും. കാരണം 3 മതസ്ഥരുടെ ഒരേ സമയം പണിയുന്ന ഒരു വ്യക്തി, അതായത് ഈ ഖുറാനും ബൈബിളും രാമായണം കാണാത്തൊരു വ്യക്തി എങ്ങനെ അതിനകത്ത് ഐതിഹ്യം പറയുന്നത്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.